നമ്മുടെ ഏഴാമത്തെ ചാപ്റ്ററിന്റെ പേര് വാർത്താവിനിമയ സേവനങ്ങൾ എന്നാണ്. ഇതിൽ ഫസ്റ്റ് തന്നെ പഠിക്കുന്നത് വാർത്താവിനിമയം എന്ന് വെച്ചാൽ എന്താണെന്നാണ്. രണ്ടോ അതിലധികമോ വ്യക്തികൾ സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ ആംഗ്യത്തിലൂടെയോ അടയാളത്തിലൂടെയോ ആശയങ്ങൾ, വസ്തുതകൾ, അഭിപ്രായങ്ങൾ, ചിന്തകൾ, വിവരങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് വാർത്താവിനിമയം. അതായത് രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ഒന്നുകിൽ എന്താണ് സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ എന്താണ് എഴുത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആംഗ്യത്തിലൂടെയോ അവരുടെ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വസ്തുതകൾ, ചിന്തകൾ, വിവരങ്ങൾ ഇവ പങ്കുവയ്ക്കുന്നതിനെയാണ് നമ്മൾ വാർത്താവിനിമയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഒരു വാർത്താവിനിമയ പ്രക്രിയയിലെ ഘടകങ്ങൾ എന്തൊക്കെയാ നോക്കാം. അതായത് എന്തൊക്കെയാണ് ഒരു വാർത്താവിനിമയ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വാർത്താവിനിമയം എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എന്താണ് ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ, വിവരങ്ങൾ എന്നിവ കൈമാറുക. അത് ചിലപ്പം എഴുതിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവർ സംസാരത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവർ ആംഗ്യത്തിലൂടെ ആയിരിക്കും. അപ്പോൾ എന്താണ് അവിടെ രണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ വ്യക്തികൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു വാർത്താവിനിമയ പ്രക്രിയയിലെ ഘടകങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഒന്നാമത്തത് പ്രേക്ഷകനാണ്. പ്രേക്ഷകൻ അതായത് ആരാണോ വിവരം നൽകുന്നയാൾ, അവരെയാണ് പ്രേക്ഷകൻ എന്ന് പറയുന്നത്. അടുത്തത് സ്വീകർത്താവാണ്. ഓക്കെ, അത് സ്വീകരിക്കുന്ന ആള്, അത് കേൾക്കുന്നയാള് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നയാളാണ് സ്വീകർത്താവ്. പിന്നെയുള്ളത് ഒരു സന്ദേശം ഉണ്ടായിരിക്കണം, അല്ലെ, ഒരു സന്ദേശം ഉണ്ടായിരിക്കണം. പിന്നെയുള്ളത് പ്രതികരണം. ഓക്കെ, അപ്പൊ ഇത് 4 വാർത്താവിനിമയ പ്രക്രിയയിലെ ഘടകങ്ങൾ. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് വാർത്താവിനിമയത്തിന്റെ പ്രാധാന്യമാണ്. എന്തൊക്കെയാണ് വാർത്താവിനിമയത്തിന്റെ പ്രാധാന്യം? വസ്തുതകൾ, കണക്കുകൾ, ആശയങ്ങൾ എന്നിവ പ്രകടിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തത് ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും ഡിപ്പാർട്ട്മെന്റിനെ ഏകോപിപ്പിക്കാനും സഹായിക്കുന്നു. മൂന്നാമത്തത് വാർത്താവിനിമയം ആളുകളെ വിദ്യാസമ്പന്നരാക്കുകയും അവരുടെ അറിവ് വിശാലമാക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് വാർത്താവിനിമയത്തിന്റെ പ്രാധാന്യമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വിവിധ തരം വാർത്താവിനിമയ മാർഗങ്ങൾ ഏതൊക്കെയാ നോക്കാം. ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് വാർത്താവിനിമയം നടത്താം. ഒന്നാമത്തത് ലിഖിത വാർത്താവിനിമയം. എഴുതി തയ്യാറാക്കിയ വാക്കുകളിലൂടെ ആശയങ്ങൾ കൈമാറുന്നതിനെയാണ് ലിഖിത വാർത്താവിനിമയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണ് ആശയങ്ങൾ എഴുതിയിട്ട് പരസ്പരം കൈമാറുക. അതിന്റെ ഉദാഹരണമാണ് കത്തുകള്, നോട്ടീസ്, പത്രങ്ങള്. ഇതിലൂടെയൊക്കെ നമ്മൾ ആശയം കൈമാറുന്നത് എഴുതിയിട്ടാണല്ലേ. അപ്പൊ അങ്ങനെ എഴുതിയിട്ട് ആശയങ്ങൾ കൈമാറുന്നതിനെയാണ് നമ്മൾ ലിഖിത വാർത്താവിനിമയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാക്കാലുള്ള വാർത്താവിനിമയമാണ്. വാക്കാലുള്ള വാർത്താവിനിമയം എന്ന് വെച്ചാൽ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള വാർത്താവിനിമയമാണ്. അടുത്തത് ദൃശ്യരൂപത്തിലുള്ള വാർത്താവിനിമയം. ചിത്രങ്ങൾ, ഗ്രാഫുകൾ, ഡയഗ്രാം എന്നിവയിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നതിനെയാണ് ദൃശ്യരൂപത്തിലുള്ള ആശയവിനിമയം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ചിത്രങ്ങൾ കാണിച്ചിട്ടായിരിക്കും, നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചിട്ടായിരിക്കും ഇവിടെ ആശയങ്ങൾ കൈമാറുന്നത്. അതിനെയാണ് നമ്മൾ ദൃശ്യരൂപത്തിലുള്ള വാർത്താവിനിമയം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ചില ചിത്രങ്ങളൊക്കെ കണ്ടാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ, അതെന്താണ് ദൃശ്യരൂപത്തിലുള്ള വാർത്താവിനിമയമാണ്. അടുത്തത് ശ്രവണ രൂപത്തിലുള്ള വാർത്താവിനിമയം. വിസിൽ, ഹോൺ, കോളിംഗ് ബെൽ എന്നീ ഉപകരണങ്ങളിലൂടെ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ സഹായത്തോടുള്ള ആശയങ്ങൾ കൈമാറുന്നതിനെയാണ് ശ്രവണ രൂപത്തിലുള്ള ആശയവിനിമയം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ കേൾവിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആശയവിനിമയം നടത്തുന്നത്. അതായത് നമ്മൾ കേട്ടുകൊണ്ട് എന്തെങ്കിലും ആശയങ്ങൾ ഉൾക്കൊള്ളുക, അതിനെയാണ് ശ്രവണ രൂപത്തിലുള്ള വാർത്താവിനിമയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുമ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു, നമ്മൾ കോളിംഗ് ബെല്ല് കോളിംഗ് ബെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയുന്നുണ്ട്, അല്ലേ, അതെന്താണ് ഒരു ആശയവിനിമയമാണ്. പുറത്തൊരാളുണ്ട് എന്ന് ആരും വിളിച്ച് പറയുകയൊന്നുമല്ല ചെയ്യുന്നത്, കോളിംഗ് ബെല്ലിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതെന്താണ് ശ്രവണ രൂപത്തിലുള്ള ഒരു വാർത്താവിനിമയമാണ്. ഓക്കെ, അടുത്തത് ആംഗ്യ രൂപത്തിലുള്ള വാർത്താവിനിമയം. ശരീരത്തിന്റെയും കൈകളുടെയും ചലനങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ, ആശയങ്ങൾ, വികാരങ്ങൾ എന്നിവ കൈമാറുന്ന വാർത്താവിനിമയമാണ് ആംഗ്യ രൂപത്തിലുള്ള വാർത്താവിനിമയം. ഇവിടെ നമ്മൾ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കൊണ്ട് എന്തെങ്കിലും ആംഗ്യം കാണിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാകും, അല്ലെ, നമ്മളിങ്ങനെ നമ്മൾ ബായി പറയൂലേ കൈകൊണ്ട്, അതൊക്കെ നമ്മൾ പറയൊന്നുമില്ല, അല്ലെ, കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും, അല്ലെ. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ടൊക്കെ ചില ആംഗ്യങ്ങൾ കാണിക്കും. അതിലൂടെയും ആൾക്കാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. അതിനെ എന്താ പറയുക, ആംഗ്യ രൂപത്തിലുള്ള വാർത്താവിനിമയം എന്നാണ് പറയുക. ഇത്രയും മാർഗങ്ങളാണ് നമ്മൾ വാർത്താവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വിവിധ തരത്തിലുള്ള വാർത്താവിനിമയ ഉപാധികൾ ഏതൊക്കെയാ നോക്കാം. ഒന്നാമത്തത് കത്തുകൾ.
ഉപാധിയായിട്ട് ഒന്നാമത് യൂസ് ചെയ്യുന്നത് കത്തുകളാണ്. ആശയവിനിമയത്തിന്റെ എഴുതി തയ്യാറാക്കിയ രൂപമാണിത്. അതായത് കത്തുകൾ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ആശയങ്ങൾ എഴുതിയിട്ട് അയക്കുന്നതാണ് കത്തുകളിലൂടെ. ഓക്കെ, കത്ത്. അടുത്തത് ടെലിഗ്രാം ആണ്. ടെലിഗ്രാം വളരെ അകലെയുള്ള സ്ഥലങ്ങളിൽ എളുപ്പത്തിൽ സന്ദേശം എത്തിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ടെലിഗ്രാമുകൾ. ഓക്കെ, ഇത് 1850 ആരംഭിച്ചിട്ടുള്ളത്. 2013 ജൂലൈ 14 ഇത് അവസാനിച്ചിട്ടുണ്ട് ടെലിഗ്രാം. ഓക്കെ, ഇപ്പം ഉപയോഗിക്കുന്നില്ല. അടുത്തത് ടെലിഫോൺ ആണ്. ടെലിഫോൺ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് വാക്കാലുള്ള വാർത്താവിനിമയത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ടെലിഫോണുകൾ. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടെലിഫോണുകൾ. രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും നമുക്ക് ആശയം വിനിമയം നടത്താനായിട്ട് ടെലിഫോണുകൾ ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് ഫാക്സ് ആണ്. കത്തുകൾ, ഡയഗ്രങ്ങൾ, ഗ്രാഫുകൾ, സ്കെച്ചുകൾ തുടങ്ങിയവ കൊണ്ട് എഴുതിയതോ അച്ചടിച്ചതോ ആയ എന്തും വളരെ പെട്ടെന്ന് തന്നെ കൈമാറ്റം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണത്തെയാണ് നമ്മൾ ഫാക്സ് എന്ന് പറയുന്നത്. അതുവഴിയും എന്താണ് നമുക്ക് ഫാക്സ് മാർഗവും നമുക്ക് എന്ത് ചെയ്യാം, വാർത്താവിനിമയം നടത്താം. ഓക്കെ, അടുത്തത് ഇമെയിൽ ആണ്. ഇപ്പം നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇമെയിൽ അല്ലേ? വാർത്താവിനിമയത്തിനുള്ള ഒരു ആധുനിക രീതിയാണ് ഇമെയിൽ. ഓക്കെ, ഈ സംവിധാനത്തിലൂടെ വളരെ കൂടിയ വേഗതയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് വോയിസ് മെയിൽ ആണ്. വോയിസ് മെയിൽ പുറമേ നിന്നുള്ള ടെലിഫോൺ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും സന്ദേശങ്ങൾ നൽകുന്നതിനുമുള്ള ഒരു കമ്പ്യൂട്ടർ വൽകൃത രീതിയെയാണ് നമ്മൾ വോയിസ് മെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും അവസാനത്തത് ഓഡിയോ കോൺഫറൻസിംഗ് ആണ്. രണ്ടോ അതിലധികമോ ആളുകൾ ഒരു ഓഡിയോ കോളിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നതിനെയാണ് നമ്മൾ ഓഡിയോ കോൺഫറൻസിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് രണ്ടിൽ കൂടുതൽ ആൾക്കാർക്ക് സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് വാർത്താവിനിമയത്തിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. വാർത്താവിനിമയത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് അശ്രദ്ധയാണ്. എന്താണ് ശ്രദ്ധിക്കാതിരിക്കുക. നമ്മൾ വാർത്താവിനിമയം ചെയ്യുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ആളെന്താണ് ശ്രദ്ധിക്കാതിരിക്കുക, അതെന്താണ് ഒരു തടസ്സമാണ്. അടുത്തത് മോശമായ സന്ദേശ പ്രകടനം. അടുത്തത് വിശദീകരിക്കാത്ത സങ്കല്പങ്ങൾ. അടുത്തത് പരസ്പര വിശ്വാസമില്ലായ്മ. അടുത്തത് സ്ഥാനവും പദവിയും. ഏറ്റവും അവസാനത്തത് സങ്കീർണമായ സംഘടനാ ഘടന. ഇത്രയുമാണ് വാർത്താവിനിമയത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 7ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്.